മിനിമം 10ാം ക്ലാസ് മുതൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരിൽ നിന്ന് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഒന്നിലധികം നോട്ടിഫിക്കേഷൻ SSBയിലേക്ക് സശസ്ത്ര സീമാബലിലേക്ക് വിളിച്ചത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ അതിൻ്റെ ഫിസിക്കൽ ആദ്യ ഘട്ടം എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്ന ഫിസിക്കൽ ടെസ്റ്റ് ആണ്. അത് നടത്താനായിട്ട് പോവുകയാണ്. SSBൻ്റെ ഭാഗത്ത് നിന്ന് അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും PET PST അതുപോലെ തന്നെ ഇത് നടത്താനായിട്ട് പോവുകയാണ്. ആദ്യഘട്ടം നടത്താനായിട്ട് പോവുകയാണ്. പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിൾ മുതൽ SI വരെയുള്ള നോൺ GD പോസ്റ്റുകളിലുള്ള, അതായത് GD അല്ല, GD കോൺസ്റ്റബിൾ പോലുള്ള പോസ്റ്റുകളല്ല, നോൺ GD ആണ്. GD എന്ന് പറയുമ്പോൾ ജനറൽ ഡ്യൂട്ടിയാണ് അവിടെ വരുന്നത്. പക്ഷേ നോൺ GD ജനറൽ അല്ല, കോൺസെൻട്രേറ്റഡ് ജോബിലേക്കായിരിക്കും നമ്മൾ മെയിനായിട്ട് പോകുന്നത്. എന്തായാലും നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നടക്കാനായിട്ട് പോകുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഡെപ്തിൽ നമുക്ക് ഇറങ്ങാം. നടത്താനായിട്ട് പോകുന്നത് കോൺസ്റ്റബിൾ മുതൽ സബ് ഇൻസ്പെക്ടർ വരെ നോൺ GDയിലേക്ക് 2025 വിളിച്ചിട്ടുള്ള സശസ്ത്ര സീമാബലിൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് നടത്താനായിട്ട് പോകുന്നതെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എന്തൊക്കെയാണ് നടത്തുന്നത് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് PET നടത്തുന്നുണ്ട്, ആൻഡ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് PST നടത്തുന്നുണ്ട്. അത് നടക്കാനായിട്ട് പോകുന്നത് 3rd വീക്ക് ഓഫ് ഓഗസ്റ്റ് 2026, ഓഗസ്റ്റ് അവസാനത്തെ ആഴ്ചകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇതിൻ്റെ സെലക്ഷൻ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് നോക്കുകയാണെങ്കിൽ 4ഓളം വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റുകൾ, അതിൽ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ വേറെ നോട്ടിഫിക്കേഷൻ ആയിട്ടായിരുന്നു വന്നത്. നമ്മൾ ഓരോന്നിൻ്റെയും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കോൺസ്റ്റബിൾ പോസ്റ്റ് കാണാൻ സാധിക്കും. വെറ്റിനറി ഡ്രൈവർ, ഗാർഡനർ, വാട്ടർ കരിയർ, അതുപോലെ തന്നെ കോബ്ലർ, ടൈലർ, വാഷർമാൻ, ബാർബർ, അതുപോലെ തന്നെ വെയിറ്റർ, കാർപ്പൻറ്റർ ആൻഡ് നഴ്സിംഗ്, ഓർഡർലി എന്നൊക്കെ പറയുന്ന ഒരുപാടധികം പോസ്റ്റുകൾ ഇവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്റ്റിവാർഡ് മുതൽ വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റ്, ഹെഡ് കോൺസ്റ്റബിൾ തന്നെ ലബോറട്ടറി അസിസ്റ്റൻറ്റ് മുതലുള്ള വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റ്, അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകൾ, പിന്നെ സബ് ഇൻസ്പെക്ടർ വിവിധങ്ങളായിട്ടുള്ള സ്റ്റാഫ് നേഴ്സ് പോലുള്ള വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റുകൾ. അപ്പോൾ ഇതൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തതാണ്. ഇനി SSBൻ്റെ വെബ്സൈറ്റിൽ ഒഫീഷ്യലായിട്ട് ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ആകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്യും. അപ്പോൾ അതൊക്കെ ലഭിക്കാൻ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മതി. പിന്നെ ഇന്നലെ ഒരു സുഹൃത്ത് വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് സന്തോഷമായി കണ്ടപ്പോൾ. അതിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു, ജോലി ലഭിക്കാൻ നമ്മൾ അത്ര ഇതായിട്ടുള്ള പഠിത്തമല്ല വേണ്ടത്. അത് വേണം, സുഹൃത്ത് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. പഠിത്തമല്ല വേണ്ടത്, കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ മനസ്സിലാക്കുകയും അതിനെ പോസ്റ്റിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും വേണം എന്നുള്ളതാണ് ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ സത്യം തന്നെയാണ്. ഞാനും വലിയ രീതിയിൽ പഠിക്കാതെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് പല ലിസ്റ്റിലും കയറാൻ സാധിക്കുന്നത്. അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് വേണ്ടത്. അതിലൂടെ നമുക്ക് പെട്ടെന്ന് ജോലിയിലേക്ക് കയറാൻ സാധിക്കും. അതുപോലെ നമുക്ക് നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്യുന്നതിന്. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ എൻ്റെ ഭാഗത്ത് നടന്ന എഫേർട്ടൊക്കെ മനസ്സിലാക്കുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും അത് ഈ വേളയിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും കൂടുതൽ അപ്ഡേറ്റ് ഇതുപോലെ ലഭിക്കാൻ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാനും മറക്കേണ്ട.